ഭൂമിയിൽ എന്ത് നടന്നാലും ആകാശത്തെന്ത് നടന്നാലും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അതൊക്കെ അള്ളാഹു നേരത്തെ റെക്കോർഡ് ചെയ്ത് നടപ്പിലാവുകയല്ലാതെ മറ്റൊരു അള്ളാഹുവിന്റെ കാര്യത്തിനും വിരുദ്ധമായ അള്ളാഹുവിന്റെ അറിവിനപ്പുറമായ ഒരു സംഗതിയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. എന്തും നടന്നേക്കാം, മുകളിൽ എന്തും നടന്നേക്കാം, താഴെ എന്തും നടന്നേക്കാം. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹുവിന് അതെല്ലാം നിസാരമുള്ള കാര്യവുമാണ്. അങ്ങനത്തെ എന്തും നടന്നേക്കാം, മുസീബത്ത് നടന്നേക്കാം, പലതും നടന്നേക്കാം. എന്നാൽ ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ നിയന്ത്രിക്കലോ അതും അല്ലാഹു നിസാരമാണ്. നേരത്തെ റെക്കോർഡ് ചെയ്യൽ മാത്രമല്ല, അതിനെ നിയന്ത്രിക്കലും അല്ലാഹുവിന് വളരെ നിസാരമുള്ള കാര്യമാണ്. അതൊന്നും അല്ലാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല. ജല്ല ജലാലായ സുബ്ഹാന പഠിക്കുകയാണ് ഏറ്റവും വലിയ അറിവ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനായ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധിയെ മുസ്ലിമീങ്ങൾ ഒരു പ്രശ്നമില്ലാതെ കഴിഞ്ഞു കിടക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു പേടി ആർക്കും വേണ്ട, പേടി ഒഴിവാക്കുക. ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ സൊല്യൂഷനിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും വേണം. രാഷ്ട്രീയക്കാരെ പോലെ മാത്രം മതം സംസാരിക്കാൻ പാടില്ലാത്തതാണ്. രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ എന്തിനും പ്രത്യക്ഷമായ ലാഭം മാത്രമായിരിക്കും. രാഷ്ട്രീയക്കാരുടെ എന്തും അവരുടെ ലാഭമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, പ്രത്യക്ഷ ലാഭങ്ങൾ. മതം ഒരിക്കലും അങ്ങനെയല്ല. മതം ഒരു പ്രത്യക്ഷ ലാഭത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഗതിയല്ല. രാഷ്ട്രീയം അതിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പ്രത്യക്ഷ ലാഭത്തിലായിരിക്കും അതിൻ്റെ നിലനിൽപ്പ്. അതില്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ മതം അങ്ങനെയല്ല, സത്യവിശ്വാസം അങ്ങനെയല്ല. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അറിവോടുകൂടി എല്ലാവരും ഒരു കാര്യം നടക്കുന്നില്ല. എല്ലാം അള്ളാഹുവിൻ്റെ അറിവോടുകൂടി നടക്കുന്നു. അതൊക്കെ അള്ളാഹു തആല നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു ഇത് പറയുന്നത്? لكي لا تغسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ നിങ്ങൾ വേപത്തു കൊണ്ട് കരയേണ്ടതില്ല. എന്തെങ്കിലും ലഭിച്ചാൽ നിങ്ങൾ നിരാഹ്ലാദം കാണിക്കേണ്ടതുമില്ല. അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരിയായ ദുരഭിമാനിയെ അല്ലാഹുവിന് ഇഷ്ടമില്ല. സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ. സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. സൂറത്തുൽ ഹദീദിൽ നിന്നാണ് ഈ ഓതിയത്. ഇനി ഞാൻ സൂറത്ത് ആലി ഇംറാനിൽ നിന്ന് കേൾപ്പിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد. يا سبحان الله يا سبحان الله يا سبحان الله. ഹദീദിൽ നിന്ന് ഒന്നുകൂടി ഓർക്കുക. എന്താ ഹദീദിൽ പറഞ്ഞത്? ഇവിടെ എന്ത് നടന്നാലും അല്ലാഹു തീരുമാനിച്ചതിനപ്പുറം നടക്കൂല. ഈമാന്റെ ആറാമത്തെ കാര്യത്തെ ആരും മറന്നു കളയരുത്. എന്താ ഈമാനിലെ ആറാമത്തെ കാര്യം? ഉൽ ഖദ്രി ഖൈരിഹി വശരിഹി. അതാരും മറന്നു കളയരുത്. അതിനൊരു വിശദീകരണമുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. ലൗ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ കതബഹു അല്ലാഹു ലക. ഈ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാലും അള്ളാഹു എഴുതി വെച്ചത് നടപ്പിലാക്കാനല്ലാതെ അവർക്ക് കഴിയൂല. അള്ളാഹു എഴുതി വെച്ചത് നടപ്പിലാക്കാനല്ലാതെ ഈ ലോകത്തെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാലും അള്ളാഹു എഴുതി വെച്ചത് നടപ്പിലാക്കാനല്ലാതെ അവർക്ക് കഴിയില്ല. മറ്റൊന്നും മനുഷ്യരും ജിന്നുകളും എല്ലാം ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ ഈ ലോകത്തെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചാൽ ലം യദുറൂക, നിനക്ക് ഉപദ്രവം ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല. ഇല്ലാ ബിശൈഇൻ കതബഹു അല്ലാഹു അലൈക, നിനക്കെതിരായി നിന്റെ ജീവിതത്തിൽ പ്രയാസകരമായി സംഭവിക്കാനിരിക്കുന്നതായ കാര്യം അള്ളാഹു എഴുതി വെച്ചത് നടപ്പിലാക്കാനല്ലാതെ അവർക്കും കഴിയുകയില്ല. ആറാമത്തെ കാര്യം. ഇനി പേടി. ഇനി എന്തിനാ പ്രശ്നം? എന്ത് പ്രശ്നം എന്താ? ഇനിയിപ്പോൾ പ്രശ്നം എന്താ? നമ്മളെ മുതലല്ല. നമ്മൾ ആരെ മുതലാണ്? അള്ളാഹുവിന്റെ മുതലല്ലേ? നമ്മളെ മുതലല്ല. ഇതെങ്ങനെ? ഈ കണ്ണട ഇതെനിക്ക് അള്ളാഹു
തൗഫീഖിനാൽ കിട്ടിയതാണ്. അതൊക്കെ കണ്ണ് വെക്കാം, നെറ്റിമ്മൽ വെക്കാം, ഇങ്ങനെ നിവർത്താം, ഇങ്ങനെ മടക്കാം, എന്നറിയാം, ചെയ്യാം. ഇതല്ലേ മനുഷ്യർ ചിന്തിക്കണം. മനുഷ്യർ അള്ളാഹുവിൻ്റെതാണ്. ഇതെല്ലാം ഈ തന്നത് ഇതൊക്കെ അള്ളാഹിന്റെ മുതലാണ്. അമിതമായി ഒരു മനുഷ്യന് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഒരു മൂമിനായ മനുഷ്യന് ദുഃഖം എന്നൊരു സംഗതി ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നും ഉണ്ടാവില്ല. അവനാകെ ഒരു ദുഃഖം ഉണ്ടാവുക അള്ളാഹുവിനെ കിട്ടാത്ത പ്രയാസമായിരിക്കും, മുത്തനബിയെ പിൻപറ്റാൻ കഴിയാത്ത പ്രയാസമായിരിക്കും. മറ്റൊന്നും അവനെ ബാധിക്കൂല. എന്ത് ബാധിക്കാൻ? ഒരു പ്രശ്നമില്ല. ആവശ്യമില്ലാത്ത വഞ്ചനയിൽ കുടുങ്ങിപ്പോകരുത് എന്ന് ഞാൻ എല്ലാവരോടും വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആവശ്യമില്ലാത്ത വഞ്ചനയിൽ കുടുങ്ങിപ്പോകരുത്. എന്താണ് ഈ ആവശ്യമില്ലാത്ത വഞ്ചന? ഭൗതികവാദികളെ പോലെ മതത്തിന്റെ അനുയായികളെയും പിശാച് സംസാരിപ്പിക്കും. ഭൗതികവാദികളുടെ ബേജാറ് പോലെ മതത്തിന്റെ അനുയായികളിലും പിശാച് ബേജാറ് സൃഷ്ടിക്കും. അതാണ് പ്രയാസം. അത് ചിന്തിക്കണം. മറ്റതോ എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതല്ലാതെ നടപ്പിലാക്കാൻ ഇവിടെ ഒരു ഭരണാധികാരിക്കും കഴിയുകയില്ല. ഈ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ചുകൂടി ഒരു ഉപദ്രവം വരുത്തി വെക്കാൻ തീരുമാനിച്ചാൽ ലം യളുറുക, ഒരു ഉപദ്രവം നിനക്ക് വരുത്തി വെക്കാൻ കഴിയുകയില്ല. ഇല്ലാ ബിശൈഇൻ കതബഹു അല്ലാഹു അലൈക, നിനക്കെതിരായി, നിനക്ക് പ്രയാസകരമായി അള്ളാഹുവിന്റെ റെക്കോർഡിൽ എന്ത് വന്നിട്ടുണ്ടോ അത് നടപ്പിലാക്കാൻ അല്ലാതെ അവർക്കൊന്നിനും കഴിയുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ മുഅ്മിൻ? ഇതല്ലേ മുഅ്മിൻ? എന്തിനാ പേടിക്കുന്നത്? ഈ ദുനിയാവിലെ എല്ലാവരും ഒരുമിച്ചുകൂടി നമ്മളിൽ ഒരാളെ കിണറ്റിലിടാൻ തീരുമാനിച്ചു എന്ന് സങ്കല്പിക്ക്. ഈ ലോകത്തെ എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മളിൽ ഒരാളെ കിണറ്റിലിടാൻ തീരുമാനിച്ചു എന്ന് സങ്കല്പിക്ക്. എന്നിട്ട് എന്തുണ്ടാവുക? രണ്ടവസ്ഥയുണ്ടാകും. ഒന്ന്, കിണറ്റിലിടാൻ വിചാരിച്ചവൻ കിണറ്റിൽ ചാടും. അള്ളാഹു നിനക്കെതിരെ അങ്ങനത്തെ ഒരു തീരുമാനം എഴുതി വെച്ചിട്ടില്ലെങ്കിൽ. ഇനി കിണറ്റിൽ വീഴ എന്നത് അള്ളാഹുവിന്റെ ഖളായിൽ നിനക്കെതിരെ എഴുതി വെച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് ആരും വിചാരിച്ചിട്ടില്ലെങ്കിലും ഈ കിണറ്റിലുള്ളൂ. കിതാബിൽ എഴുതി വയ്ക്കൽ കഴിഞ്ഞു, അതിന്റെ പേനകൾ ഉയർത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇനി അതിൽ മാറ്റമില്ല. അപ്പൊ ആദ്യം ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിൽ ഉറക്കണം. എന്റെ റബ്ബ് തീരുമാനിച്ചതല്ലാത്തൊരു കാര്യം എനിക്ക് ഉണ്ടാവൂല. എന്തൊരു ബേജാറാണ്. എന്താണ് ബേജാറ്? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ചില ആളുകൾ സത്യത്തെ കൊഞ്ഞിനെ കുത്തുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ കരുണയില്ലാതെ സംസാരിക്കുന്നുണ്ടാകാം. കരുണയുടെ സ്പർശം എടുത്തുപോയോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന നിയമങ്ങൾ പുറത്തു വന്നേക്കാം. പക്ഷേ പേടിക്കേണ്ട. സത്യനിഷേധികൾ നാടുകളിലാകെ സ്വൈരവിഹാരം നടത്തുന്നതിൽ നീ വഞ്ചിതനാകേണ്ടതില്ല. അതൊക്കെ കുറഞ്ഞ കാലത്തെ വിളയാട്ടമാണ്. സൂറത്ത് ആലി ഇംറാൻ. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്. നാടുകളിലെല്ലാം കരുണയില്ലാത്തവരും നേരിനെ നിഷേധിക്കുന്നവരും വിളയാടുന്നുണ്ടാകാം. അതിൽ നീ വഞ്ചിതനാകരുത്. നീ അതിൽ വഞ്ചിതനാകരുത്. മതാഉൻ ഖലീൽ. അതെല്ലാം കുറഞ്ഞ കാലഘട്ടത്തിലെ സ്വൈരവിഹാരം മാത്രമാണ്. അതിനപ്പുറം ഒന്നും ചെയ്യാൻ അവർക്ക് ഒന്നും കഴിയില്ല. ഏതാ സൂറത്ത്? ആലി ഇംറാൻ. ലാ യഗുറന്നക, നീ വഞ്ചിതനാകരുത്. തഖല്ലുബ്, തഖല്ലുബ് പറഞ്ഞാല് വിളയാട്ടം. അവര് ചാടിക്കളിക്കുക. സത്യനിഷേധികൾ, കരുണ നിഷേധിക്കുന്നവർ, അവരാകെ വിളയാടുന്നതിൽ നീ വഞ്ചിതനാകരുത്. ഈ മുഅ്മിനല്ലേ? എന്ത് പേടിക്കുന്നത്? ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീലുൻ. അത് കുറഞ്ഞ കാലഘട്ടത്തിലെ ഒരു വിളയാട്ടമാണ്. കുറഞ്ഞ കാലഘട്ടത്തിലെ സ്വൈരവിഹാരമാണ്. മുന്നോട്ടും കഴിയില്ല. ഈ ഭൂമിയിൽ ആരും മുന്നോട്ട് വരില്ല. 17-ാം വയസ്സിൽ നാട് പിടിച്ചിറക്കാൻ ഇറങ്ങിയ അലക്സാണ്ടർക്ക് സ്വന്തം സിംഹാസനത്തിലിരിക്കാൻ കഴിഞ്ഞില്ല. ടോളമിക്ക് മുതലുണ്ടാക്കി കൊടുക്കുകയാണ് അലക്സാണ്ടർ ചെയ്തത്. മാസിഡോണിയയിൽ തിരിച്ചുപോയി ലോകത്തിന്റെ അധികാരിയായി ഒരിക്കൽ സിംഹാസനത്തിലിരിക്കണമെന്ന ഒരു പൂതി ആർക്കുണ്ടായിരുന്നു? അലക്സാണ്ടർക്കുണ്ടായിരുന്നു. പക്ഷെ അലക്സാണ്ടർക്ക് അതിന് കഴിഞ്ഞില്ല. എന്നാൽ ലോകം വിട്ടിപ്പിടിച്ചില്ല അലക്സാണ്ടർ.
വെട്ടിപ്പിടിച്ചു. പക്ഷെ ഒരു ദിവസം മാസിഡോണിയയിൽ ലോകത്തിന്റെ കേന്ദ്രം, ഒരു അധികാര കേന്ദ്രമാക്കി അവിടെ ഒരു ദിവസമെങ്കിലും ഒന്ന് ഛത്രാധിപതിയായിരിക്കണമെന്ന് മോഹമുണ്ടായിരുന്നു അലക്സാണ്ടർക്ക്. നടന്നില്ല. ഒന്നുമല്ലാത്ത ടോളമി ഒന്നാമനാണ് പിന്നെ രാജാവായത്. അലക്സാണ്ടർക്കോ പിന്തലമുറയും ഉണ്ടായില്ല. അലക്സാണ്ടർ മകൻ ഭരിക്കാണെങ്കിലും അലക്സാണ്ടർക്ക് മതിയായിരുന്നു, അതുണ്ടായില്ല. ഗ്രേറ്റ് അലക്സാണ്ടറേക്കാൾ ലോകത്ത് വിളയാടിയ ഒരാൾ ഉണ്ടായില്ല. BC 356 ജനിച്ച അലക്സാണ്ടർ BC 323 മരിച്ചു. 33-ാമത്തെ വയസ്സിൽ മരിച്ചു. ലോകം മുഴുവനും എന്റേതാക്കാനുള്ള പണിയാണ് അയാൾ ചെയ്തത്. മാസിഡോണിയയിൽ ലോകത്തിന്റെ 8-ാം അതിന്റെ കേന്ദ്രം മാസിഡോണിയ ആക്കണമെന്നായിരുന്നു അയാളുടെ മോഹം. 17-ാമത്തെ വയസ്സിലാണ് അയാൾ ചെങ്കോൽ പിടിച്ച് ലോകത്തിന്റെ മുന്നിൽ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങുന്നത്. എത്രയോ തലകളെ അയാൾ അതിനുവേണ്ടി കളച്ഛേദം ചെയ്തു. ഇതൊക്കെയാണ് നടന്ന്, ഇതൊക്കെ ഉണ്ടായത്. ഗ്രേറ്റ് അലക്സാണ്ടർ പോലെ ഒരു ഒരാളുണ്ടോ, ഒരു വില്ലാളി വീരനുണ്ടോ ലോകത്ത്? കോമൺ എഡ്യൂക്കേഷൻ, കോമൺ ഹിസ്റ്ററി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആൾ അലക്സാണ്ടർ ആയതുകൊണ്ടാണ് അലക്സാണ്ടർക്ക് ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന പേര് കിട്ടിയത്. എന്നിട്ട് എന്തുണ്ടായില്ല? ഒരു ദിവസം പോലും അധികാരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ അലക്സാണ്ടർക്ക് കഴിഞ്ഞില്ല. ഒന്നുമല്ലാത്ത ടോളമിയാണ് പിന്നെ ഭരണാധികാരിയായത്. ടോളമിയോ അലക്സാണ്ടറുടെ മകനുമല്ല, അനുജനുമല്ല, കുടുംബവുമല്ല, രക്തബന്ധവുമല്ല. പിന്നെ ടോളമി എന്ത് ചെയ്ത്? അലക്സാണ്ടറുടെ ഓർമ്മയ്ക്ക് വേണ്ടി മെഡിറ്ററേനിയൻ സമുദ്ര തീരത്ത് ഒരു പട്ടണം ഉണ്ടാക്കി. അതാണ് അലക്സാണ്ട്രിയ. ബസ് അലക്സാണ്ടറുടെ ഓർമ്മ അലക്സാണ്ട്രിയ പട്ടണത്തിൽ ഒതുങ്ങും, അതിനപ്പുറമില്ല. لا يغرنك تقلب الذين كفروا في البلاد متاع قليل. കരുണ നിഷേധിക്കുന്നവരും സത്യം നിഷേധിക്കുന്നവരും വിളയാടുന്നത് കണ്ട് നീ വഞ്ചിതനാകേണ്ടതില്ല. നീ അതിൽ ദേവത കൊണ്ട് കരയേണ്ടതില്ല, നീ അതിൽ ബേജാറാകേണ്ടതില്ല. മതാഉൻ ഖലീലുൻ, അത് കുറഞ്ഞ കാലഘട്ടത്തിലെ ഒരു സ്വൈരവിഹാരം മാത്രമാണ്. ബസ്, അതിനപ്പുറം ഉണ്ടാവില്ല. ومثل كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء. നേരിന്റെ വചനമുണ്ടല്ലോ, കരുണയുടെ വചനം, സത്യത്തിന്റെ വചനം, കാരുണ്യത്തിന്റെ വചനം, സഹിഷ്ണുതയുടെ വചനം, നന്മയുടെ വചനം, മനുഷ്യപ്പറ്റിന്റെ വചനം, നേരിന്റെ വചനം, നന്മയുടെ വചനം, കാരുണ്യത്തിന്റെ വചനം, പരസ്പര പൊരുത്തത്തിന്റെ വചനം. മതലു കലിമത്തിൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ, അത് മനോഹരമായ ഒരു വൃക്ഷം വളരുന്നത് പോലെയാണ്. അതിന്റെ തായ്വേര് ആണ്ടാണ്ട് അടിയിലേക്ക് പോവുകയും നേരിന്റെയും കരുണയുടെയും വചനങ്ങൾ അടിയിലേക്ക് ആണ്ടാണ്ട് പോകും. അതിന്റെ പേര്, അതിന്റെ ശാഖകളും ഉപശാഖകളുമാകട്ടെ ആകാശത്തിന്റെ വർണ്ണരാജിയിൽ പോയി വിരിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വമസലു കലിമത്തിൻ ഖബീസ, വൃത്തികെട്ട വാക്ക് ആര് പറഞ്ഞാലും തുസത് മിൻ ഫൗഖിൽ അർള്, അത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ മരത്തെ മുറിക്കപ്പെടും. മാലഹ മിൻ ഖറാർ, ആ മരത്തിന് നിലനിൽക്കാൻ കഴിയുകയില്ല. യാ സുബ്ഹാനല്ലാഹ്. സൂറത്തുർ റഅദ്. ഇന്റെ വകയില്ല. നീ നല്ല വാക്ക് പറ, നന്മയുടെ വാക്ക് പറ. മറ്റൊരാളെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറ, മറ്റൊരാളെ എങ്ങനെ വലിച്ചെറിയാമെന്ന് പറയല്ലേ. അതാര് പറഞ്ഞാലും വാൽമീകി മാനിഷാദ എന്ന് പറഞ്ഞു. അത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കടന്ന് ഇപ്പോഴും ആർഷഭാരതത്തിന്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്നു. മലവേട അരുത്, ഇതാണ് ഇതിന്റെ അർത്ഥം. ആക്രമിക്കരുത്, മാനിഷാദ എന്ന് പറഞ്ഞു വാൽമീകി. എത്ര കാലമായി? ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞ്, ആയിരം കൊല്ലങ്ങൾ കഴിഞ്ഞ് വാൽമീകിയുടെ വചനം പുരനോടുകൂടി നിലനിൽക്കുന്നു. മനുഷ്യന അരുട് കാട്ടാള, അരുട്, ഹിംസിക്കരുത്, ഉപദ്രവിക്കരുത് എന്ന് കാട്ടാളനോട് പറയുന്ന മഹർഷി 1000 കൊല്ലങ്ങൾ കഴിഞ്ഞത് ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ എത്ര അധികാര കസേരകളിൽ ഇരുന്നവരുണ്ടായിരുന്നു, അവരൊക്കെ എവിടെ പോയി? മസലു കലിമത്തിൻ ത്വയ്യിബ, നല്ല ഒരു വചനം പറയാൻ കഴിഞ്ഞാൽ, ഏറ്റവും നല്ല വചനം കമശജറത്തിൻ ത്വയ്യിബ, മനോഹരമായ വൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, അതിന്റെ താഴ്വേരുകൾ എപ്പോഴും ആണ്ടാണ്ട് അടിയിലേക്ക് പോകും. അതിന്റെ ശാഖകളും ഉപശാഖകളും ആകാശത്തിന്റെ നെറുകയിൽ വർണ്ണരാജി വിരിയിക്കും.
ومثل كلمة خبيثة كشجرة خبيثة تسقط من فوق الأرض ما لها من قرار. മോശപ്പെട്ട വാക്ക് ആര് പറഞ്ഞാലും അത് ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് മുറിക്കപ്പെടും. അത് നിലനിൽക്കൂല. സമരി തീർത്ത കാള ദൈവവും ഷദ്ദാദിന്റെ സ്വർഗവും കാറൂനിന്റെ കഞ്ചന കനികളും എന്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, എന്തൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെ അധികാര ഡമ്പന്മാർ ഇവിടെ ഉണ്ടാക്കി. എന്നിട്ട് അതിന് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും വലിയ ഛത്രാധിപതിയായി വാഴാനായിരുന്നു കാറൂന്റെ ലക്ഷ്യം. പക്ഷേ കാറൂൻ കൈറോ പട്ടണത്തിൽ 90 കിലോമീറ്റർ പോയാൽ കാറൂൻ തടാകം എന്നൊരു തടാകമുണ്ട്. എന്താണ് ആ തടാകം? ഒരു കാലത്ത് അധികാരത്തിന്റെ ഡമ്പ് കൊണ്ടും പണം കൊണ്ടും ഈജിപ്ഷ്യൻ ജനതയുടെ മേൽ കരിമ്പടത്തിന്റെ ചാക്ക് വലിച്ചെറിഞ്ഞവനാണ് ഈ കാറൂൻ. പക്ഷെ അയാൾക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. കാറൂനെ പിടിച്ചു കുലുക്കി. കാറൂൻ തകർന്ന് നശിച്ചു, അവനും അവന്റെ കൊട്ടാരവും. അവനെ നാം ഭൂമിയിൽ ആഴ്ത്തി, വബിദാരിഹി അവന്റെ കൊട്ടാരക്കെട്ടിനെയും. അവൻ അന്ന് വരെ സ്തുതി പാടിയവരൊന്നും അവൻ തകർന്നപ്പോൾ അവന്റെ അടുക്കൽ എത്തി നോക്കിയില്ല. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഖസസ്. അധികാരികളെ ചരിത്രം എത്രയാ എന്തിവിടെ ഉണ്ടായത്? എന്താ ഇവിടെ പേടിക്കണ്ടത്? എന്തിനെ പേടിക്കണം? നിങ്ങൾ ചിന്തിക്കണം. فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين واصبح الذين تمنوا مكانه بالامس يقولون وكأن الله يبسط الرزق لمن يشاء من عباده ويقدر. അന്ന് വരെ കാറൂനെ പോലെ ആകാൻ കൊതിച്ചവരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, വേണ്ട, നമുക്ക് കാറൂനെ പോലെ ആവുകയേ വേണ്ട. ആരായിരുന്നു കാറൂൻ? ശക്തന്മാരായ ഒരു പട വഹിക്കാൻ മാത്രം അയാൾക്ക് താക്കോലുണ്ടായിരുന്നു. സൂറത്തുൽ ഖസസ്. അയാളുടെ എന്ത്? ഓൺലി ചാവി. BC 13-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം. അതായത് നമ്മുടെ ഏകദേശം 3300 കൊല്ലം മുമ്പ് ആണ് ഈ സംഭവം. അന്നാണ് ചാവി. ഒരു മഹാശക്തമായ പടക്ക് വഹിക്കാൻ മാത്രം അയാൾക്ക് എന്തുണ്ട്? ചവിയുണ്ട്. എന്നിട്ട് എന്താ ഉണ്ടായത്? അവനെ നാം ഭൂമിയിലാഴ്ത്തി, അവന്റെ കൊട്ടാരക്കെട്ടിനെയും. സ്തുതിപാടി വിളയാടി കൂടെ നടന്നവർ ആരും തിരിഞ്ഞു നോക്കിയതേയില്ല. ഭൂമിയാണ്. ഇവിടെ എത്ര ആൾ വന്നു, ഇവിടെ എത്ര ആൾ പോയി, ഇവിടെ എന്തൊക്കെ നടന്നു? ചരിത്രങ്ങളുടെ ശ്മശാന ഭൂമിയാണ് ഈ പ്രപഞ്ചം എന്ന് മനസ്സിലാക്കണം. ഒരുപാട് അഹങ്കാരികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഹങ്കാരികളെ ലോകം ഒരിക്കലും നിലനിർത്തിയിട്ടില്ല. കരുണയുള്ളവരെ ലോകമൊട്ട് മറന്നിട്ടുമില്ല. പ്രാവിന് പകരം തന്റെ തുടയിലെ മാംസം കൊടുക്കാമെന്ന് മലവേടനോട് വാഗ്ദത്തം ചെയ്തു ആര്? ഷിബു ചക്രവർത്തി. ആ മനുഷ്യൻ എന്തായിട്ട് കാലത്രം എത്ര കഴിഞ്ഞു, എന്നിട്ടും ഷിബു ചക്രവർത്തിയെ ഇന്ത്യ മറന്നിട്ടില്ല, ലോകം മറക്കൂല. എന്തുകൊണ്ട്? മലവേടനോട് പറഞ്ഞു, സാധുവായ പ്രാവിന് പകരം എന്റെ തുടയിലെ മാംസം ഞാൻ അറുത്തുതരാം, വിട്. എങ്ങനെയുണ്ട്? എവിടെ കരുണയുണ്ടോ അത് വിജയിക്കും. എവിടെയെല്ലാം പിടുത്തം കൂടിയോ അത് പരാജയപ്പെടും. പഞ്ചപാണ്ഡവന്മാർ കൈലാസത്തേക്ക് കയറി പോകുന്നത് പറഞ്ഞല്ലേ മഹാഭാരതം അവസാനിക്കുന്നത്. മഹാഭാരതം പഠിച്ചവരും മഹാഭാരതത്തിൽ വിശ്വസിക്കുന്നവരുമായ വലിയൊരു ഭൂരിപക്ഷ സമൂഹമുണ്ടല്ലോ ഇവിടെ. എടുത്തു നോക്കി, എന്താ മഹാഭാരതത്തിലെ അവസാനത്തെ പാഠം എന്താ? കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പഞ്ചപാണ്ഡവർ ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ പിന്നെ എല്ലാം ഒഴിവാക്കുക. വേണ്ട, ഒന്നും വേണ്ടായിരുന്നു. വേണ്ടിയില്ല എനിക്കിനി യുദ്ധവും രാജ്യവും, വേണ്ടിയില്ല ഭൂമിയിൽ വാഴ്വതുമില്ല ഞാൻ. ആരാ പറയുന്നത്? അർജുനൻ. ആരാ ഇത് പറയുന്നത്? അർജുനൻ. എന്താ മഹാഭാരതത്തിലെ അവസാന ചാപ്റ്റർ? എന്താ? ഒന്നും വേണ്ട. പഞ്ചപാണ്ഡവരും ദ്രൗപദിയും പിന്നെ കൈലാസം കയറി പോവുകയാ. ഒന്നും വേണ്ട.
അധികാരത്തിന് വേണ്ടി ആർക്കിട മത്സരം നടത്തിയിട്ടുണ്ടെങ്കിലും അവിടെ പരാജയമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. എവിടെയെല്ലാം കരുണ നശിച്ചോ ആ ചരിത്രം നിലനിന്നിട്ടില്ല. ഭൂമിയിൽ 2 മരണമില്ല. മരണം എങ്ങനെയാണെങ്കിൽ പ്രയാസമല്ല. മരണം ഒരു അപകടമല്ല. മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവന്റെ അടിത്തറയിലേക്ക് തിരിച്ചു പോവുകയാണ്. അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കണം? ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഒന്നും സംഭവിക്കൂല. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഒന്നും നടക്കില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷേ ചരിത്രം എന്നും അധികാരികൾക്ക് ഒരു അവസരം നൽകിയിട്ടുണ്ട്. എപ്പോൾ അധികാരികൾ കരുണയുള്ളവരായോ ആ അധികാരികൾ അവർ മരിച്ചാലും ജീവിക്കും. എപ്പോൾ ഭരണാധികാരികൾക്ക് കരുണ നഷ്ടപ്പെട്ടോ ആ ഭരണാധികാരി ജീവിക്കുന്ന കാലത്ത് തന്നെ കോടാനക്കോടി മനുഷ്യർ ശപിച്ചു കൊല്ലും. സംശയിക്കണ്ട. സത്യനിഷേധികൾ വിളയാടുന്നത് കണ്ട് നീ വഞ്ചിതനാകേണ്ട. അത് കുറഞ്ഞ കാലത്തെ സ്വൈരവിഹാരം മാത്രമാണ്. അതുകൊണ്ട് കരുണയിലേക്ക് തിരിച്ചു പോകണം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നന്മയുടെ നാടാണ്. ഇത് ആദമിന്റെ മണ്ണാണ്. സയ്യിദ്ന ആദം. ഇതേതാ നാട് എന്ന് മനസ്സിലാക്കണം. ഇതാണ് ആദമിന്റെ നാട്. സയ്യിദ്ന ആദം. ഭൂരിപക്ഷം ചരിത്ര പണ്ഡിതന്മാരും ആദം ഇന്ത്യയുടെ ഭാഗമാണ്. ഇറങ്ങിയതും ഇന്ത്യയിൽ, മരിച്ചതും ഇന്ത്യയിൽ, ഖബറും ഇന്ത്യയിൽ. ആദമിയുടെ ഖബർ എവിടെയാണെന്ന് അറിയപ്പെടുന്നില്ല. ഇന്ത്യയിലാണെന്നാണ് പ്രധാനപക്ഷം. അറബ് ചരിത്രകാരന്മാരിൽ 90% അഭിപ്രായക്കാരാണ്. ആദം മലർവാടിയാണ്. എല്ലാവരും ഉണ്ട് ആദമിൽ. ആദമിൽ മുസ്ലിമുണ്ട്, ആദമിൽ അമുസ്ലിമുണ്ട്, ആദമിൽ സിഖുകാരനുണ്ട്, ആദമിൽ പാഴ്സി ഉണ്ട്, ആദമിൽ ചിന്നനുണ്ട്, ആദമിൽ തമിഴനുണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരുമുള്ള ആളാണ് ആര്? ആദം. എല്ലാവരും ഉണ്ട്. ഇവിടെ ആദ്യം വന്ന ആളാരാ? ആദം. ഈ ചരിത്രത്തിന്റെ ഭാഗമാരാ? ആദം. ഹിമാലയത്തിൽ ഇറങ്ങി തെക്കോട്ട് നടന്നു ആദം. ഇതാണ് പ്രമുഖമായ ചരിത്രം എന്നാണ് എൻ്റെ വിലയിരുത്തൽ. 2 ചരിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരഭിപ്രായം തെക്കിറങ്ങി വടക്കോട്ട് നടന്നു, അല്ലെങ്കിൽ വടക്കിറങ്ങി തെക്കോട്ട് നടന്നു. പ്രധാനപ്പെട്ട അഭിപ്രായം വടക്കിറങ്ങി തെക്കോട്ട് നടന്നു. സയ്യിദ്ന ആദം. ഇവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ട് സയ്യിദ്ന ആദം. പറപ്പള്ളിയിൽ ആദമിന്റെ കൽപ്പാതം ഉണ്ടല്ലോ, അലൈഹിസ്സലാം. സയ്യിദ്ന ആദം. ഹാബീൽ ഖാബീൽ സംഭവം നടക്കുന്ന രാമേശ്വരത്താണെന്നാണ് പ്രധാന അഭിപ്രായം. ഒരു അഭിപ്രായം അതാണ്, രാമേശ്വരത്ത്. ഹാബീൽ സംഭവം وَاتْلُ عَلَيْهِمْ نَبَأَ ابْنَيْ آدَمَ بِالْحَقِّ إِذْ قَرَّبَا قُرْبَانًا فَتُقُبِّلَ مِنْ أَحَدِهِمَا وَلَمْ يُتَقَبَّلْ مِنَ الْآخَرِ قَالَ لَأَقْتُلَنَّكَ قَالَ إِنَّمَا يَتَقَبَّلُ اللَّهُ مِنَ الْمُتَّقِينَ. ഹാബീൽ ഹാബീൽ സംഭവം രാമേശ്വരത്താണെന്നാണ് പ്രധാനപക്ഷം. രാമേശ്വരത്താണെന്നാണ് പ്രധാന അഭിപ്രായം. പ്രധാനപ്പെട്ട അഭിപ്രായം എങ്ങനെയാണ്? ആദമിന്റെ 2 മക്കളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. ഇത് ധർമ്മിയായ ഇന്ത്യയുടെ പുത്രനായിരുന്നു ആര്? ഹാബീൽ. ഹാബീൽ ഖാബീലിനോട് പറഞ്ഞു, നിന്റെ ഖുർബാൻ അള്ളാഹു സ്വീകരിക്കാത്തതിന് നീ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ലെന്ന്. ഇന്ത്യയുടെ പുത്രനാണ് ആര്? ഹാബീൽ. ഇന്ത്യയിൽ നടന്നു പോയി 40 ഹജ്ജാണ് ചെയ്തത് സയ്യിദ്ന ആദം. ലോകത്തുള്ള എല്ലാ മതവിശ്വാസികളുടെയും മണ്ണാണ് ഇന്ത്യ. എന്തുകൊണ്ട്? ആദമിന്റെ മക്കളാണ് ഇന്ത്യയിൽ വസിക്കുക. ആദം മനുഷ്യനെ ആദമി എന്ന് വിളിക്കുന്ന ഒരു ഭാഷ ഇന്ത്യൻ ഭാഷയാണ്. ഹിന്ദി അറബികൾ മനുഷ്യനെ ഇൻസാൻ എന്ന് വിളിക്കും. ഇംഗ്ലീഷുകാർ മനുഷ്യനെ മാൻ എന്ന് വിളിക്കും. ഇന്ത്യക്കാർ മനുഷ്യനെ ആദമി എന്ന് വിളിക്കും. കാരണം ഇന്ത്യ മനുഷ്യനെ പരിചയപ്പെട്ടത് ആദമിലൂടെയാണ്. ലോകത്തൊരു ഭാഷയിലാണ് മനുഷ്യനെ ആദമി എന്ന് വിളിക്കുക, അത് ഇന്ത്യൻ ഭാഷയില്ല. ഉണ്ടല്ലേ? ഇന്ത്യ ആദമിന്റെ മണ്ണാണ്.
മുസൽമാനും, ഇവിടെ ഹിന്ദുവിനും, ഇവിടെ പാർസിക്കും, ഇവിടെ ജൈനനും, ഇവിടെ ബുദ്ധനും എല്ലാവർക്കും അവകാശമുണ്ട്. ഇത് ആദമിന്റെ മണ്ണാണ്, ഇത് ഭൂമിയിലെ പൂവാടിയാണ്, ഇത് ഭൂമിയിലെ മലർവാടിയാണ്. എല്ലാവരും ഇവിടെ നിന്ന് സംസ്കാരം കൊണ്ടുപോകട്ടെ. എന്തുകൊണ്ട്? സംസ്കാരം ഇറങ്ങിയത് ഇവിടെയാണ്, ഇന്ത്യയിൽ. തൗഹീദിന്റെ മന്ത്രം ആദ്യമായി ഭൂമിയിൽ മുഴങ്ങിയത് ഇന്ത്യയിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഭൂമിയിൽ ആദ്യമായി മുഴങ്ങിയത് ഇന്ത്യയിൽ. അള്ളാഹുവിന് ഏറ്റവും പൊരുത്തപ്പെട്ട മനുഷ്യൻ ആദ്യം കാലുകുത്തിയത് ഇന്ത്യയിൽ. സുമ്മ അൻസലല്ലാഹു ലഹു മലക്കൻ ഫഅഖ്ദാഹു ഇലാ മക്ക. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് ഒരു മലക്കിനെ ഇറക്കി കൊടുത്തു. ഫഅഖ്ദാഹു ഇലാ മക്ക. എന്നിട്ട് ആ മലക്ക് കൊണ്ടുപോയി ആദം നബിയെ എങ്ങോട്ട്? മക്കയിലേക്ക്. ഇറങ്ങിയത് എവിടെയാ? പറ, എവിടെയാ? ഇന്ത്യയിൽ. ഇന്ത്യയിൽ. ആദമിന്റെ മക്കളാണ് ഹിന്ദു, ആദമിന്റെ മക്കളാണ് ക്രിസ്ത്യാനി, ആദമിന്റെ മക്കളാണ് പാർസി, ആദമിന്റെ മക്കളാണ് ജൈനൻ, ആദമിന്റെ മക്കളാണ് ബുദ്ധൻ, ആദമിന്റെ മക്കളാണ് സിഖ്, ആദമിന്റെ മക്കളാണ് മുസ്ലിം. എല്ലാം 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 ഇത് മലർവാടിയാ. സാരെ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ. ഭൂമിയിലെ മലർവാടിയാണ് ഇന്ത്യ, ഒരു മലർവാടിയാണ്. ഭൂമിയിലെ മലർവാടിയാണ് ഭാരതം. ഭാരതം. ഇനി ഭാരതം എങ്ങനെയാ പേര് വന്നത്? അതെങ്കിലും ഒന്ന് പഠിച്ചുകൂടെ? ഭാരതം എങ്ങനെയാണ് പേര് വന്നത്? ഉള്ളവരെ പിടിച്ച് പുറത്താക്കിയവനാണോ ഭാരതം എന്ന് പേരിട്ടത്? ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ അനുജൻ ഭരതൻ രാജ്യം ഭരിച്ചു. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ഭരണം നടത്തി. ആര്? ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ ഒരു ശാപത്തെ പുരസ്കരിച്ച് ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ അനുജൻ ഭരതൻ രാജ്യം ഭരിച്ചു. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ അദ്ദേഹം നീതിമാനായിരുന്നു. നീതിമാനായ ഭരതൻ ഭരിച്ചത് കൊണ്ട് ഈ നാടിന് സൈന്ധവ നാഗരികത മുതൽ കന്യാകുമാരി വരെ വീണ്ടും രണ്ടു ഭാഗത്തേക്ക് ചിറവ് പിടിച്ച് കിടക്കുന്ന ഈ ഭൗമപ്രകാശത്തിന് ഒരു പുതിയ പേര് കൂടി കിട്ടി. എന്ത്? ഭാരതം. നീതിമാനായ ഭരതൻ ഭരിച്ച രാജ്യം ഭാരതം. എന്താ ഭാരതം? ഭാരതം എന്താണ് അതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആ ഭാഷയെങ്കിലും ഒന്ന് പഠിക്കണം. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അതെങ്കിലും ഒന്ന് പഠിക്കണം. എവിടുന്നാ ഭാരതം ഉണ്ടായത്? സൈന്ധവ നാഗരികത മുതൽ നീണ്ടു കിടക്കുന്ന ഈ പ്രവിശാലമായ ഭൂമിക്ക് ഭാരതം എന്ന് പേര് കിട്ടിയത് എന്തുകൊണ്ട്? ഭരതൻ ഭരിച്ച രാജ്യം ഭാരതം. ആരാ ഭരതൻ? നീതിമാൻ. എന്താ ഇതിന്റെ അർത്ഥം? അതുകൊണ്ട് ഇത് ഇന്ത്യയാണ്. ഇത് ആദമിന്റെ മണ്ണാണ്. സൈദന ആദം. ഇത് സൈദന ആദം. ഇത് ആദമിന്റെ മണ്ണാണ്. സൈദന ആദം. ഇതെല്ലാവരും സ്വീകരിച്ച മണ്ണാണ്. എല്ലാവരും സ്വീകരിച്ചു. ആരൊക്കെ ഇവിടെ വന്നു? സ്വീകരിച്ചില്ലേ? കട്ടുകൊണ്ടുപോകാൻ വേണ്ടി വന്ന വാസ്കോഡിഗാമയെ സ്വീകരിച്ച് പിന്നെ ബഹുമാനിച്ച് അയാൾക്ക് വേണ്ടി സ്മാരകം ഒരുക്കിയ രാജ്യമാണ് ഭാരതം. അതാണ് വിചിത്രം. ഒരു രാജ്യത്തെ കക്കാൻ വേണ്ടി വന്ന ആളാണ് ആര്? സത്യത്തിൽ വാസ്കോഡിഗാമ കൊള്ളക്കാരനാണ്. എന്നാൽ അയാൾക്ക് വേണ്ടിയും ഇന്ത്യയിൽ എന്തുണ്ട്? എന്തുണ്ട്? സ്മാരകമുണ്ട്. എന്തിനാണ് വന്നത്? മോട്ടിക്കാന്. അയാളാണ്, അയാളുടെ നേതൃത്വത്തിലുള്ള പട്ടാളമാണ് കോഴിക്കോട് തളിക്ഷേത്രത്തിന് വെടിവെച്ചത്. കോഴിക്കോട്ടെ തളിക്ഷേത്രത്തിന് വെടിവെച്ച്, മിസ്കാൽ പള്ളിക്ക് വെടിവെച്ച്, 800 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് നാഹൂദ മിസ്കാൽ ഉണ്ടാക്കിയ പള്ളിയാണ് മിസ്കാൽ പള്ളി. മിസ്കാൽ പള്ളിക്ക് വെടിവെച്ച് തളിക്ഷേത്രത്തിന് കേടുവരുത്തി ആര്? സാക്ഷാൽ വാസ്കോഡിഗാമയുടെ പട്ടാള തലവൻ അൽബുക്കർക്ക്. എന്നിട്ടും വാസ്കോഡിഗാമക്ക് മാർഗമൊരുക്കി ഇവിടെ. അതല്ലേ ഭാരതം? അയാൾ ഇങ്ങോട്ട് വന്നതാണോ? അല്ല, അയാൾ വഴിതെറ്റി വന്നതാണ്. അയാൾ ഇങ്ങോട്ട് വന്നാണോ? അതുമല്ല, അയാൾ വഴിതെറ്റി വന്നാണ്. ലോകത്തിന്റെ ഇതൊരു അത്ഭുത ഭൂമിയല്ലേ ഭാരതം. കൊള്ളക്കാരന് സ്മാരകമൊരുക്കിയ നാടല്ലേ ഭാരതം. കൊള്ളയ്ക്ക് വേണ്ടി വന്നു എന്ന കാര്യം ഉറപ്പാണ്. അയാ വാസ്കോഡിഗാമയുടെ പിൻഗാമികളല്ലേ പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ തീവെച്ചതും അവരാണ്. ഇവിടെയുള്ള പള്ളികളെ കേടുവരുത്തിയത് അവരാണ്. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി ഈ വാസ്കോഡിഗാമയുടെ പട്ടാളമാണ് കഴിച്ചത്. ആ പള്ളിയെ രക്ഷിച്ചതാരാ? ഹിന്ദു മുസ്ലിം സഹോദരന്മാർ ഒരുമിച്ച്.
തളിക്ഷേത്രത്തെ സംരക്ഷിച്ചതാരാ? ഹിന്ദു മുസ്ലിമീങ്ങൾ ഒരുമിച്ച് മിസ്കാൽ പള്ളിയെ വെടിവെക്കാൻ വന്നപ്പോൾ 500 നായർ പടയാളികളാണ് മിസ്കാൽ പള്ളിയുടെ മുന്നിൽ പെരുമാറ് കാട്ടി നിന്നത്. അതല്ലേ ഭാരതം? മിസ്കാൽ പള്ളിയെ വെടിവെക്കാൻ വാസ്കോഡിഗാമയുടെ പട്ടാള തലവൻ അൽബുക്കർക്ക് വന്നപ്പോൾ 500ഓളം നായർ പടയാളികൾ വന്ന് പെരുമാറ് കാട്ടി നിന്നില്ലേ മിസ്കാൽ പള്ളിയുടെ മുന്നിൽ? അതാണ് ഭാരതം. വെള്ളിയാഴ്ച ജുമഅക്ക് പോകാതിരുന്ന മുസ്ലിമീങ്ങളെ ജയിലിലടച്ച് ഗുണദോഷിച്ച് അവരെ ശിക്ഷിച്ചിരുന്ന ഹിന്ദു രാജാക്കന്മാർ ഭരിച്ച രാജ്യമാണ് ഭാരതം. വെള്ളിയാഴ്ച ജുമഅക്കുള്ള പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ ഹൈന്ദവ രാജാക്കന്മാർക്ക് വേണ്ടി വെള്ളിയാഴ്ച ജുമഅയുടെ പ്രാർത്ഥനയിൽ മിമ്പറിന്റെ മുകളിൽ വെച്ച് ആലിമീങ്ങൾ, മുത്തഖീങ്ങളായ സൂഫികളായ സ്വാലിഹീങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന മിമ്പറുകളും പള്ളികളും ഉള്ള രാജ്യമാണ് ഭാരതം. ഈ രാജ്യത്തെ കേൾക്കുക നിങ്ങൾ. ആസാൻ നഹീം മിഠാന നാം വോ നിഷാൻ ഹമാര. ഇവിടുത്തെ നാമവും അടയാളവും ഒന്നും പെട്ടെന്നൊന്നും ആർക്കും മായ്ച്ചു കളയാൻ കഴിയൂല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇത് ഭാരതം, ഇത് ഭാരതം എന്താണെന്ന് വിചാരിച്ച്? ഇത് ഭാരതം നീതിമാനായ ഭരതൻ ഭരിച്ച രാജ്യമാണ് ഭാരതം എന്ന് ഞങ്ങളുടെ പ്രധാനമന്ത്രി ബഹുമാനത്തോടെ പറയുകയാണ്. ചിന്തിക്കണം. മനുഷ്യരെ പരസ്പരം വിദ്വേഷത്തിലാക്കി ചേരിതിരിക്കുകയാണ്. അധികാരത്തിന്റെ മറ്റ് പിടിച്ചവർ എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ ഗൗരവമായി ചിന്തിക്കണം. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കണം. ഇതൊന്നും ഭാരതം ക്ഷമിക്കുകയില്ല. ഇത് ഭാരതം ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയില്ല. ഭാരതം അതൊന്നും സ്വീകരിക്കില്ല. നന്മയുടെ നാടാണ് ഭാരതം. നന്മയുടെ നാടാണ് ഭാരതം. നന്മ. എത്രയെത്ര സ്വാലിഹീങ്ങൾ, മഖ്ദൂം തങ്ങന്മാരി അടക്കമുള്ള എത്രയെത്ര സ്വാലിഹീങ്ങൾ എന്ത് ചെയ്ത് ആ സ്വാലിഹീങ്ങൾ ഈ ഹിന്ദു രാജാക്കന്മാരെ പുകഴ്ത്തിയിട്ട് അറബിയിൽ കിതാബ് എഴുതിയ നാടാണ് ഭാരതം. മമ്പുറത്തെ തങ്ങൾ അടക്കമുള്ള പണ്ഡിതന്മാര് ലോകരാജ്യങ്ങളിലുള്ള രാജാക്കന്മാർക്ക് ഞങ്ങളുടെ രാജാവിനെ, ഹിന്ദുവായ രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിലേക്ക് കത്തയച്ച നാടാണ് ഭാരതം. അതാണ് ഭാരതം, അതാണ് ഭാരതം. അത് ചിന്തിക്കണം. അതുകൊണ്ട് ആസാൻ നഹീം ഖാന നാം വോ നിശാൻ ഹമാര. ഇവിടുത്തെ നാമവും അടയാളവും ഒന്നും, ഞങ്ങളുടെ നാമവും അടയാളവും ഒന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് മായ്ച്ചു കളയാൻ കഴിയുകയില്ല. വിശ്വാസികൾ ഗൗരവമായി ആലോചിക്കണം. ഇന്ത്യ ബഹ്ർ പോലെയാണ്. ബഹ്ർ ഒരിക്കലും വൃത്തികേടിനെ സ്വീകരിക്കുകയില്ല, പുറത്തേക്ക് തട്ടും. അതുകൊണ്ട് ഏതൊരാൾ ഇവിടെ വൃത്തികേട് കലക്കിയാലും പുറത്തേക്ക് വരും. മതഉൻ ഖലീലുൻ, കുറഞ്ഞ കാലത്തെ ആസ്വാദനമേ അവർക്കുണ്ടാവുകയുള്ളൂ. ഒരിക്കലും ഇന്ത്യ ഇതൊന്നും സ്വീകരിക്കൂല. ഇന്ത്യ ആർഷ ഭാരത സംസ്കാരങ്ങളുടെ നാടാണ്, നന്മയുടെ നാടാണ്. പുണ്യ റസൂൽ മക്കായിൽ ഉദയം കൊണ്ടിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ച് ഇഞ്ചിയാണെന്നറിഞ്ഞ് 21 പീഞ്ഞപ്പെട്ടികളിൽ ഇഞ്ചിയും കിട്ടിയിട്ട് 10 മാരി കിട്ടി. രാജാവ് രാജ്യം ഉപേക്ഷിച്ച് മുത്തുനബിയെ കാണാൻ അറബ് നാട്ടിലേക്ക് പോയ നാടാണ് ഭാരതം. ഇഞ്ചിയും കൊണ്ട് ഇന്ത്യൻ രാജാവ് കാണാൻ വന്നു. ആരെ? മുത്തുനബിയെ. ആ മുത്തുനബി അദ്ദേഹത്തിന് ഒരു പേര് നൽകി, താജുദ്ദീൻ, മതത്തിന്റെ കിരീടം. അതാണ് ബാണപ്പെരുമാൾ ചക്രവർത്തി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ എല്ലാം ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി. നന്മ കളിയാടിയ നാടാണ് ഭാരതം. ഒരിക്കലും പേടിക്കേണ്ട. ഇതൊരിക്കലും തിന്മയെയും അഹങ്കാരത്തെയും സ്വീകരിക്കുകയില്ല. മതാഉൻ ഖലീലുൻ, മതാഉൻ ഖലീൽ. അത് കുറഞ്ഞ കാലത്തെ വിളയാട്ടം മാത്രമാണ്. വീണ്ടും സൂറത്ത് ആലി ഇംറാൻ, വലാ തഹിനു വലാ തഹ്സനു ഖദ് ഖലത മിൻ ഖബ്ലികും സുനനുൻ ഫസിറു ഫിൽ അർള്. ഒരുപാട് നടപടികൾ മോശപ്പെട്ടവർക്കെതിരെ ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ട്. ഫസിറു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ ഒന്ന് നടന്നു നോക്കൂ. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നേരിനെയും സത്യത്തെയും കരുണയെയും കളവാക്കി നടന്നവരുടെ പരിണിതി എന്തായിരുന്നു? അല്ലാഹു നമ്മളെ കാക്കട്ടെ. നേരിനെ കളവാക്കി പരിണിതി എന്തായിരുന്നു? എല്ലാം തകരും. ഒരിക്കലും നന്മയല്ലാതെ നിലനിൽക്കുകയില്ല. ഒരിക്കലും നന്മയില്ലാതെ നിൽക്കുക. അള്ളാഹുവിന്റെ നടപടികൾ ഒരുപാട്, അധികാര കസേരകൾക്ക് നേർ ഒരുപാട് ഭൂമിയിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. നേരിനെയും കരുണയെയും കളിയാക്കി നടന്നവരുടെ
പ്രത്യാഘാതവും പരിണിയും പര്യവസാനവും എങ്ങനെയുണ്ടായിരുന്നു? പഠിക്ക്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും നിലനിൽക്കൂല. ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള ഉപദേശമല്ല, സർവ്വ മനുഷ്യർക്കുമാണ്. ഈ സന്ദേശം പറഞ്ഞിട്ട് അടുത്ത ഖുർആൻ പറയുന്നത് ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള സന്ദേശമല്ല, ഹദാ ബയാനുൽ ലിന്നാസ്, സകല മനുഷ്യർക്കുമുള്ള സന്ദേശമാണ്. ഏത് അധികാരം കൊണ്ട് ദുർവിനിയോഗം ചെയ്താൽ അവരുടെ മരണം വളരെ അബദ്ധമായിരിക്കും, അവരുടെ മരണം ദുരന്തമായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹുദൻ വമൗഇലത്തുൻ ലിൽ മുത്തഖീൻ. നിങ്ങൾ സ്വയം ദുർബലരായി മനസ്സിലാക്കരുത്. നേരിന്റെ വക്താക്കളെ വലാത്തഹീനോ, നിങ്ങൾ ദുർബലരായി തീരരുത്. വലാത്തഹ്സനോ, നിങ്ങൾ ദുഃഖിക്കുകയും അരുത്. സത്യത്തിന് സമർപ്പിച്ചുവെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും മേലെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വലാത്തഹീനോ, നിങ്ങൾ സ്വയം ദുർബലരാകരുത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി മനുഷ്യർക്ക് ഉണ്ടാവുന്നത് എന്താണ്? ദുർബലത. അത് മുസ്ലിം വിശ്വാസികൾക്ക് ഉണ്ടാവാൻ പാടില്ല. വലാത്തഹീനോ, നിങ്ങൾ ദുർബലരാകരുത്. വലാത്തഹ്സനോ, നിങ്ങൾ ദുഃഖിക്കുകയും അരുത്. വഅൻതുമുൽ അഅലൂൻ, നിങ്ങൾ തന്നെയാണ് മേലെ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യത്തിന് വേണ്ടി സമർപ്പിച്ചുവെങ്കിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നൽ ഈമാന യഖ്തളി ഖുവ്വത്തൽ ഖൽബി ബിൽ വസൂഖ് ബില്ലാഹി വൽ ഇഅ്തിമാദി അലൈഹി. ഫഇന്നൽ ഈമാന, സത്യവിശ്വാസം, യഖ്തളി, അതുണ്ടാക്കി തരും, ഖുവ്വത്തൽ ഖൽബി, ഹൃദയത്തിന്റെ കരുത്ത്, ബിൽ വസൂഖ് ബില്ലാ, ആരിൽ ഉറപ്പിക്കുക? അല്ലാഹുവിൽ. വൽ ഇഅ്തിമാദി അലൈഹി, എല്ലാ പ്രശ്നങ്ങൾ പ്രതിസന്ധികളിലും ആരിൽ ചാരി നിൽക്കുക? അല്ലാഹുവിൽ. ഫഇന്നൽ ഈമാന യഖ്തളി ബിൽ വസൂഖ് ബില്ലാഹ്, ഏകനായ അല്ലാഹുവിൽ അഭയം തേടുക. ഒരു പിടിയും വേണ്ട. വലാ തഹീനു, നിങ്ങൾ ദുർബലരാകരുത്. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കുകയും അരുത്. നിങ്ങൾ ദുർബലരാകരുത്, നിങ്ങൾ ദുഃഖിക്കുകയും അരുത്. സത്യത്തിനും കരുണക്കും സമർപ്പിച്ചുവെങ്കിൽ നിങ്ങൾ തന്നെയാണ് മീതെ. സത്യത്തിനും കരുണക്കും സമർപ്പിച്ചുവെങ്കിൽ നിങ്ങൾ തന്നെയാണ് മീതെ. നിങ്ങൾ ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ദുർബലരെ, നിങ്ങൾ സ്വയം നിസാരപ്പെടരുത്. സത്യമന്വേഷിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ദുർബലരായി മാറിപ്പോകരുത്. വൃത്തികേടുകളുടെയും മത്സര്യ മനോഭാവത്തിന്റെയും ശത്രുതയുടെയും വക്താക്കൾ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ സ്വയം ദുർബലരായി മനസ്സിലാക്കരുത്. നിങ്ങൾക്ക് ആരുണ്ട്? അല്ലാഹുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഒന്നും സംഭവിക്കൂല. 10 ആളുകളുടെ കാല് പിടിച്ച് കരഞ്ഞതാണ് എന്നെ പൊട്ടക്കിണറ്റിൽ എറിയരുത്. പിന്നെ ദയാദാക്ഷിണ്യം ഉണ്ടായില്ല, അവർ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു. പിന്നെ 40 കൊല്ലം കഴിഞ്ഞിട്ട് അവർ വന്ന് നോക്കുമ്പോൾ സ്വർണത്തിന്റെ സിംഹാസനത്തിലിരിക്കുക ഈ കുട്ടി. അതാണ് അല്ലാഹു. അതിന്റെ പിന്നിൽ പണിയെടുത്തവനാണ് ആര്? അല്ലാഹു. കുട്ടി കിണറ്റിൽ നിന്ന് ഇവരിങ്ങനെ നോക്കി, എല്ലാവരും 10 ആളും നോക്കി. കിണറ്റിൽ. അപ്പോൾ ഇവർ ഇട്ടേച്ചു പോയി. കുട്ടിയുടെ വസ്ത്രത്തിൽ അവർ ആടിനെ അറുത്തിട്ട് എന്ത് ചെയ്തു? ചോരയാക്കി. വൈകുന്നേരം പിതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ചെന്നായ പിടിച്ചുപോയി. പിന്നെ 40 കൊല്ലം കഴിയുമ്പോൾ അവർ മിസ്രിൽ വരികയാണ്. തിന്നാനില്ലാറ്റ് പട്ടിണി കിടന്നിട്ട് ഇയാളടുത്തേക്ക് വരിക. അയാളാരാ? അയാളെന്ന് ലോകത്തിന് മുഴുവൻ റേഷൻ കൊടുക്കുന്ന ഛത്രാധിപതി. എങ്ങനെ ഇരിക്കുന്നത്? അല്ല ശരീരം മിൻ ദഹബിൻ, ഒരു സ്വർണത്തിന്റെ സിംഹാസനത്തിൽ, സ്വർണത്തിന്റെ ഒരു കിരീടം മുകളിൽ. അദ്ദേഹം ഒരു വസ്ത്രം ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ പളപ്പിൽ ഇങ്ങനെ ലംഘുന്നുണ്ട്. അതിമനോഹരമായ വസ്ത്രമാണ്. ആ കമീസിന്റെ ബട്ടൺസും പോലും സ്വർണമാണ്. സൂര്യൻ ഉദിച്ചിരുന്ന നേരത്ത് കൊട്ടാരത്തിന്റെ ദർബാറിൽ ഇവർ വന്ന് നോക്കി, മാറി നോക്കി സൂര്യനെയും ഈ ഇരിക്കുന്ന തേജസ്വിയെയും. അവർക്ക് തോന്നിപ്പോയി സൂര്യനേക്കാൾ തേജസ്സാണ് ഈ മുഖത്തിന്. ആരാണ് ഇത്? അറിയൂല. ആ പൊട്ടക്കെട്ടിലേക്ക് എറിയപ്പെട്ട കുട്ടി തേജസ്വിയായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആഫ്റ്റർ 40 years. എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? 40 കൊല്ലം. അതാണ് അല്ലാഹു. പേടിക്കണ്ട. നിങ്ങൾ സ്വയം ദുർബലരാകരുത്. നിങ്ങൾ അകാരണമായ ദുഃഖത്തെ വലിച്ചിടുകയും ചെയ്യരുത്. നിങ്ങൾ തന്നെയാണ് ഏറ്റവും മീതെ. സത്യത്തിനും കരുണക്കും സമർപ്പിക്കുന്നുവെങ്കിൽ. BC 6-ാം നൂറ്റാണ്ടിൽ ഷാം ആക്രമിച്ചിട്ടുണ്ട് നെബൂഖദ്നേസർ ചക്രവർത്തി. അലി ഇബ്നു അബി ത്വാലിബിൻ
ഇന്ന ബുഖ്തനസർ അതാ ബിദാനിയേൽ അന്നബി അലൈഹിസ്സലാം. ദാനിയേൽ നബിയെ പിടികൂടിയാൽ നെബൂഖദ്നേസർ എന്ന റോമൻ ചക്രവർത്തി BC 6-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം. BC 6-ാം നൂറ്റാണ്ടിൽ നെബൂഖദ്നേസർ ചക്രവർത്തി പിടികൂടിയിട്ടുണ്ട്. ആരെ? ദാനിയേൽ നബിയെ അലൈഹിസ്സലാം. 2 ദാനിയേലുണ്ട്, ഇത് ഒരു ദാനിയേലാണ്. നെബൂഖദ്നേസർ ചക്രവർത്തി, ഇദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു വലിയ സ്മർത്തവ്യമായ കഥയുണ്ട്. അത് പറയാൻ ഇപ്പൊ നേരെയല്ല, ഞാൻ പിന്നീട് പറയും. ഒരു കഥയുണ്ട് ദാനിയേൽ നബിക്ക് അലൈഹിസ്സലാം. ദാനിയേൽ നബിയെ പിടികൂടിയാര്? നെബൂഖദ്നേസർ ചക്രവർത്തി പിടികൂടിയാര്? ദാനിയേൽ നബിയെ. എന്നിട്ട് എന്തുണ്ടാക്കി? ഒരു കുഴിയിൽ കൊണ്ടുപോയി തടങ്കലിൽ വെച്ചു. 2 സിംഹങ്ങളെ പരമവിശപ്പ് വരെ പട്ടിണിക്കിട്ടു. ഒരു കിണറ്റിൽ, ഒരു കുഴിയിൽ, ഒരു പൊട്ടക്കിണറിൽ കൊണ്ടുപോയി ഹബ്സിലിട്ടു. ആരെ? ദാനിയേൽ നബിയെ. എന്നിട്ട് 2 സിംഹങ്ങൾ പറ്റ വിശക്കുന്നത് വരെ ഭക്ഷണം കൊടുക്കാതെ ഇരുന്നു. പിന്നെ ഈ സിംഹത്തെ എങ്ങോട്ട് ഇറക്കി? കുഴിയിലേക്ക് ഇറക്കിയിട്ട് കുഴിയുടെ മുകൾ ഭാഗം മൂടിപ്പോയി. ദാനിയേൽ നബി, അലി ബിൻ അബി ത്വാലിബ് എന്ന റിപ്പോർട്ട് റളിയല്ലാഹു അൻഹു. 2 സിംഹത്തെ, 2 വിശന്ന് പൊരിഞ്ഞ സിംഹങ്ങളെ ഇറക്കി എങ്ങോട്ട്? ഈ പൊട്ടക്കിണറ്റിലേക്ക്. അവിടെ ഹബ്സിലിട്ടു. ആരെ? ദാനിയേൽ നബിയെ. എന്നിട്ട് കിണർ മൂടി. 5 ദിവസം കഴിഞ്ഞിട്ട് കിണർ തുറന്നു നോക്കിയപ്പോൾ فوجد دانيال وهو قائم يصلي والأسدين في ناحية من الجب لم يتعرض له. സിംഹം അപ്പുറത്തിപ്പുറത്തും കാവലിൽ നിന്നിട്ട് ദാനിയേൽ നബി നിസ്കരിക്കുക. യാ അല്ലാഹ്. ثم وجده وهو قائم يصلي. പൊട്ടക്കിണറ്റിൽ നിസ്കരിക്കുകയാണ് നബിയുള്ളാഹി ദാനിയേൽ. സിംഹങ്ങളോ അദ്ദേഹത്തിന്റെ 2 ഭാഗത്തും ഇങ്ങനെ അദ്ദേഹത്തെ കാക്കുന്ന പട്ടാളക്കാരെ പോലെ ഇരിക്കുന്നുമുണ്ട്. അതിന്റെ കാലും കൈയും ചേർത്ത് വെച്ച് ഇങ്ങനെ ദാനിയേൽ നബിക്കെതിരെ ആരെങ്കിലും വല്ല മാമ്പോ മാളോ പാമ്പോ തേളോ വന്നാൽ അവരെ കടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആര്? സിംഹങ്ങൾ. എല്ലിന്റെ അവസാനത്തെ എല്ലിന്റെ മുള്ളു വരെ അതും കൂടെ തിന്നു പോകാനുള്ള നേരായിട്ടുണ്ട്. കുറച്ച് നിന്ന് പിന്നെ കുറച്ച് ഫുള്ള് നാളെ നേരായിട്ടുണ്ട്. 5 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കി. അങ്ങനെ ദാനിയേലിനെ പുറത്തെടുത്തപ്പോൾ നെബൂഖദ്നേസർ ചക്രവർത്തി ദാനിയേലിനോട് ചോദിച്ചു, മാതാ ഖുൽത യാ ദാനിയേൽ ഹത്താ, ഈ അവസ്ഥ നിനക്കുണ്ടായപ്പോൾ നീ എന്താ ചെയ്തത് ദാനിയേലേ എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ ദാനിയേൽ പറഞ്ഞു, ഖുൽതു الحمد لله الذي لا ينسى من ذكره الحمد لله الذي لا يخيب من رجاه الحمد لله الذي لا يكل متوكلا عليه لا غيره الحمد لله الذي وثقتنا حين تقطع عنا الحيل والحمد لله الذي هو رجاؤنا حين يسوء ظننا بأعمالنا الحمد لله الذي يكشف عنا ضرنا بعد قربتنا الحمد لله الذي يجزي بالإحسان إحسانا والحمد لله الذي يجزي بالصبر نجاتا. സിംഹത്തിലെ 2നെയും കിണറിൽ കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും ഒരാൾക്കാണ്, അല്ലാഹുവിനാണ്. ലാ യൻസാ മൻ ദക്റഹു, അവനെ ഓർക്കുന്ന ഒരിക്കലും ആ ആളെ അല്ലാഹു മറക്കുകയില്ല. അല്ലാഹുവിനെ ഓർക്കുന്ന ആളെ അല്ലാഹു ഒരിക്കലും മറക്കുകയില്ല. മറക്കാൻ അല്ലാഹുവില്ല, ഇവിടെ ഒഴിവാക്കാൻ അർത്ഥത്തിൽ. മനസ്സിലായില്ലേ പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദീ ലാ യൻസാ മൻ ദക്റഹു, അവനെ ഓർക്കുന്ന ഒരാളെ ഒരിക്കലും അല്ലാഹുവിനാണ് സർവസ്തുതിയും. തന്നെ ഓർക്കുന്ന ഒരാളെ അല്ലാഹു മറക്കുകയില്ല. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ ലാ യുഖൈബു മൻ റജാഅഹു, അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ച ഒരുത്തന്റെയും പ്രതീക്ഷ അല്ലാഹു തആല ആസ്ഥാനത്താക്കുകയില്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ലാ യകിലു മുതവക്കിലൻ അലൈഹി ലാ ഗൈരി, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച ഒരാളെ ഒഴിവാക്കിയിട്ട് മറ്റൊരാളിലേക്ക് അല്ലാഹു തിരിഞ്ഞു പോവുകയില്ല. അല്ലാഹുവിൽ ഒരാളെ ഏൽപ്പിച്ചാൽ അവനെ ഒഴിവാക്കി മറ്റൊരാളിലേക്ക് അല്ലാഹു തആല തിരിഞ്ഞു പോവുകയില്ല. വൽഹംദുലില്ലാഹി അല്ലദീ ഹീന സിഖതുനാ വസിഖതുനാ ഹീന തൻഖതു അന്നൽ ഖയൽ, നമ്മുടെ ബുദ്ധികൾ പരിഭ്രമിച്ചു പോകുമ്പോൾ നമുക്ക് നിശ്ചയദാർഢ്യം തരുന്ന അല്ലാഹ്, അവനല്ല, അവൻ മാത്രമാണ് സർവസ്തുതിയും. നമ്മുടെ ബുദ്ധി കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല, അപ്പോൾ ഇടപെടുന്ന ഒരാളാണ് ആര്? അല്ലാഹ്, അവനാണ് സർവസ്തുതിയും. ചിലപ്പോൾ നമ്മളെ ബുദ്ധി അവിടെ അവസാനിക്കും, ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയൂല. അവനെ ഭരമേൽപ്പിച്ചാൽ ഒരു വഴിക്ക് പകരം 1000 വഴി ആര് തുറക്കും? അല്ലാഹു തുറക്കും.
വൽഹംദുലില്ലാഹില്ലദീ ഹീന റജാഉനാ ഹുവ റജാഉനാ ഹീന യസൂഉ ളന്നുനാ ബിഅഅമാലിനാ. നമ്മുടെ കർമ്മങ്ങൾ ഇനി എന്താണെന്ന് ചെയ്യാതെ നാം വിഷമവൃത്തത്തിൽ അകപ്പെടുമ്പോൾ നമുക്ക് ഒരേ ഒരു പ്രതീക്ഷ അല്ലാഹുവാണ്, അവനാണ് സർവ്വസ്തുതിയും എന്നും ഞാൻ പറഞ്ഞു. വൽഹംദുലില്ലാഹില്ലദീ യക്ശിഫു അന്നാ ളുറനാ ബഅദ ഖുർബത്തിനാ. ഏത് വിഷമകരമായ പ്രയാസവും നീക്കി അവിടെ സന്തോഷവും സുഖവും തരുന്ന അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും എന്നും ഞാൻ പറഞ്ഞു. വൽഹംദുലില്ലാഹില്ലദീ യജ്സി ബിൽ ഇഹ്സാനി ഇഹ്സാനാ. നന്മ ചെയ്യുന്നവനോട് നന്മയിൽ പ്രതികരിക്കുന്ന അല്ലാഹ്. വൽഹംദുലില്ലാഹില്ലദീ യജ്സി ബിസ്സബ്രി നജാതാ. ക്ഷമക്ക് രക്ഷ മാത്രം പ്രതിഫലം നൽകുന്നവനാണ് അല്ലാഹ്, അവനാണ് സർവ്വസ്തുതിയും. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. അല്ലാഹുവിൽ ലയിക്കുക, അല്ലാഹുവിന്റെ ഓർമ്മയിൽ ലയിക്കല നിസ്കാരം, അതന്നെ ക്ഷമയും. അപ്പുറത്തേക്ക് ബേജാറാവണ്ട, പേടിക്കണ്ട, ഒന്നും സംഭവിക്കൂല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വിശ്വാസികളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തി പറയുകയാണ്. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ വിഷയത്തിൽ അള്ളാഹുവോട് പറയണം. നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മൻ സല്ല അലൻ നബിയിൽ മുസ്തഫ സ്വലാത്തൻ സല്ലല്ലാഹു ബിഹാ അശ്റ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 റഹ്മത്ത് അള്ളാഹു ഇറക്കി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ സ്വലാത്തിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ.